ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ബ്ലൗസ് പീസ് കിട്ടുവാണെങ്കിൽ ആ ബ്ലൗസ് പീസ് 77 സെന്റിമീറ്ററേ ഉള്ളൂ എന്ന് കരുതുക. ഈ 77 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ വീതി 34 ഇഞ്ചാണ് വീതി. അപ്പോൾ തുണി നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ ആ കൈ ഇനി കട്ട് ചെയ്തെടുത്തേക്കണം. ആദ്യം തന്നെ കൈക്ക് നമ്മൾക്ക് 7 ഇഞ്ച് ഇറക്കവും താഴത്തെ പടി 1 ഇഞ്ച്, മുകളത്തെ തയ്യൽ 1/2 ഇഞ്ച്, അങ്ങനെ 8.5 ഇഞ്ച് വേണം. അപ്പോൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ട് നമുക്ക് കൈ ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്ത് മാറ്റിയേ. ഇനി നമുക്ക് വേണ്ട ഇത്രയും തുണിയേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന തുണി 2ആയിട്ട് മടക്കിയിട്ടിരിക്കുക. ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇറക്കം 15.5 ഇഞ്ച് വേണം, തയ്യൽ ഉൾപ്പെടെ. പിന്നെ വണ്ണം 36 ഇഞ്ച് വണ്ണമാണ്. അതിൻ്റെ കൂടെ നമ്മൾ 10 ഇഞ്ച് കൂടെ കൂട്ടും. 36, 10, 46. അതിൻ്റെ 4-1 നമ്മൾ ബാക്കിൽ അടയാളപ്പെടുത്തേണ്ടത്. അതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി വേണം ഫ്രണ്ടിൽ അടയാളപ്പെടുത്താൻ. അപ്പം നമ്മൾ ഈ 11.5 വണ്ണം ഇതെല്ലാം എടുക്കാൻ പോകുന്നത്. തുണി 2ആയിട്ട് മടക്കി ഇട്ടിട്ട് ഇറക്കം 15.5 എടുക്കണം, വണ്ണം 11.5 എടുക്കണം. അപ്പം നമുക്കത് അടയാളപ്പെടുത്തിയിട്ട് വരാം. അപ്പം ഞാൻ ഇതിൻ്റെ വണ്ണം എടുത്തിരിക്കുന്ന 11 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് തുണിയില്ല. തുണി 77 സെന്റിമീറ്ററേ ഉള്ളൂ. അങ്ങനെ പിന്നെ ആ 11 എടുത്തത് കൊണ്ട് നമുക്ക് അറ്റപ്പറ്റ എറമ്പ് ചേർത്ത് ഇങ്ങനെ തയ്ക്കാൻ പറ്റത്തുള്ളൂ. 1/2 ഇഞ്ച് നമുക്ക് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. 11.5 ആയിരുന്നു വേണ്ടത്, പക്ഷെ 11 എടുത്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 15.5 ഇറക്കം എടുത്തു. ഇറക്കം അത്രയും തന്നെ നമുക്ക് വേണം. പിന്നെ കൈക്കുഴി ഞാൻ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. അതെടുത്ത് നല്ലപോലെ തയ്ച്ചു വരച്ചിട്ടു. ഇത് കഴുത്തിറക്കം എടുത്തിരിക്കുന്നത് ഞാൻ 8.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡറിന്റെ അകലം എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ച്. ഈ കഴുത്തകലം എടുത്തിരിക്കുന്നത് 2 ഇഞ്ച്. കഴുത്തകലം 2 ഇഞ്ച് എടുത്തിട്ട് താഴോട്ട് വരച്ചു പുറം കഴുത്ത് വരച്ചിട്ടു. ഷോൾഡറാണ് 3.5 എടുത്തിരിക്കുന്നത്. 3.5 എടുത്തിട്ടാണ് നമ്മൾ കൈക്കുഴി വരച്ചിട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ തന്നെ പുറം കഴുത്ത് നമ്മൾ ഒരു കേടുപാടും കൂടാതെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. കൈകളും നമ്മൾ ഒരു കേടുപാടും കൂടാതെ കട്ട് ചെയ്തെടുത്തു. ഇവിടെ എങ്ങും ഒരു കേടുപാടും കൂടരുത്. കാരണം ഇത് നമുക്ക് ഏച്ചു വെക്കാൻ ഒക്കത്തില്ല. കൈക്ക് കൂടി വന്നാൽ നമുക്ക് ഈ കൈക്കുഴിയുടെ ഇവിടെ ഏച്ചു വെക്കാൻ പറ്റും. തികഞ്ഞില്ലെങ്കിൽ ശാലം തുണി ഏച്ചു വെക്കാൻ പറ്റും. പക്ഷെ വേറെ എങ്ങും ഏച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിന് രണ്ടിനും നമ്മൾ കേടുപാട് സംഭവിക്കാതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ ഇത്രയും തുണിയെ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ? ഇത് നമ്മൾ എന്തോ ചെയ്യണമെന്ന്, ഇതെന്നാണ് നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കണം, കട്ടിങ് വെട്ടിയെടുക്കണം. 2 കട്ടിങ് എടുത്താൽ മതി. ബാക്കി അകത്ത് നമുക്ക് വേറെ തുണി ഇടാം. അപ്പൊ എന്തെടുക്കണമെന്ന് അറിയാം. നമ്മൾ ഈ ബാക്ക് പീസ് എടുത്ത് ഇതിന്റെ മോൾപോട്ടിടണം. ഇത് എങ്ങനെ ഇട്ടാല് നമുക്കിത് തികഞ്ഞു പറ്റുമെന്ന് നമ്മൾ 4 പുറം ഇട്ട് നോക്കണം. ഇത് കോണോട് കോണിട്ടാൽ തികഞ്ഞു കിട്ടുമെന്ന് നോക്കണം. തികഞ്ഞു കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെ ഇട്ടാൽ തികഞ്ഞു കിട്ടത്തില്ല. ഇങ്ങനെ ഇട്ടാൽ തികഞ്ഞു കിട്ടും കേട്ടോ. ഈ സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇട്ട് നോക്കണം. അപ്പൊ ഓർത്തോണം, നമുക്ക് താഴെ ഇതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കണം ഇറക്കം. അതിനുള്ളത് കിട്ടുമെന്ന് നോക്കണം. കിട്ടത്തില്ല. ഇങ്ങനെ ഇട്ട് നോക്കണം. ഇങ്ങനെ ഇട്ട് നോക്കിയാലും കിട്ടത്തില്ല. എങ്ങനെ ഇട്ട് നോക്കിയാലും നമുക്ക് കട്ടിങ് കിട്ടുന്നില്ല. അപ്പൊ കട്ടിങ് എന്തെടുക്കണം എന്നറിയാം. നമ്മൾ സെപ്പറേറ്റ് ഒരു ശകലം തുണി ഇവിടെ കിടപ്പുണ്ടല്ലോ, ഇതേ കട്ട് ചെയ്തെടുക്കണേ. അപ്പൊ ഈ എറമ്പ് ചേർത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം. ഈ ബാക്ക് പീസ് എടുത്ത് ഇതിങ്ങനെ ഇട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഒരു 1.5 ഇഞ്ചിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരു ഇഞ്ചിന്റെ വ്യത്യാസം മാത്രം നമുക്ക് തികയാനുള്ളൂ ഈ കട്ടിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ഇതെല്ലാം അടയാളപ്പെടുത്തുക. അതായത് ഈ ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ഇറക്കം എടുക്കാൻ, തയ്യലുള്ളത് കൊണ്ട്. അത് നമുക്ക് ഇതേ കിട്ടുന്നില്ല. എവിടെ കിട്ടാത്തെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് നീക്കി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അത് അടയാളപ്പെടുത്തി ഇടുവാണ്. 15.5 16.5 ഇഞ്ച് അടയാളപ്പെടുത്തുവാണ്. പിന്നെ നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തുവാണ്. കഴുത്തും കൈക്കുഴിയെല്ലാം അടയാളപ്പെടുത്തിയിട്ട് വരാം. ഇവിടെ തന്നെ ഇത്രയും സ്ഥലത്ത് നമുക്ക് 1 ഇഞ്ച് കൂടുതൽ ഇടുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കൈ വെട്ടിയെടുത്തല്ലേ, ആ കൈ വെട്ടിയതിന്റെ ആ വളവ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് തുണി കിട്ടുന്നില്ല.
അപ്പം ഇവിടം വരെ ഞാൻ അടയാളപ്പെടുത്തി. നമുക്കിനി എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് നോക്കാം. പിന്നെ ആപ്പാടെ കിടക്കുന്നത് ഇത്രയും തുണിയുള്ളൂ, ഇത്രയും ഉണ്ട്. പിന്നെ തന്നെ ഇത്രയും തുണിയേ കിടപ്പുള്ളൂ. ഏതെല്ലാം നമുക്ക് കട്ടിങ് കിട്ടുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ ഏച്ച് വെച്ചാണേലും കട്ടിങ് തയ്ക്കണം. പിന്നെ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരുന്നത്, ഒരു ന്യൂസ് പേപ്പർ വെക്കുക. ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ബാലൻസ് വന്ന തുണി ഇതിന്റെ മോൾപോട്ട് ഇടുക. ആ ന്യൂസ് പേപ്പറിന്റെ മോൾപോട്ട് ഇടുക. എന്നിട്ട് നമ്മുടെ പുറം പീസ് എടുത്ത് ഇതിന്റെ മോൾപോട്ട് ഇട്ടിട്ട് നമ്മൾ എവിടെ തികഞ്ഞു കിട്ടുന്നെന്ന് വെച്ചാൽ അതുപോലെ അടയാളപ്പെടുത്തുക. ഏത് രീതിയിലും വെച്ച് നോക്കണേ. ഈ രീതിയിൽ വെച്ച് നോക്കണം. ഏത് രീതിയിലാണ് വെച്ച് നോക്കിയിട്ട് അതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. തേണ്ട ഇങ്ങനെ ഇട്ടപ്പോൾ തേഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കി പീസിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഈ പേപ്പറെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ തേണ്ട നമുക്ക് 1 ഇഞ്ച് വണ്ണ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാം. പിന്നെ കഴുത്ത് തേണ്ട നമുക്ക് വരച്ചിടാം. ഇതെല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇനി ഇങ്ങനെ മനസ്സിലാകാത്തവരെന്തെടുക്കണമെന്നറിയാവോ? ഇതങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഈ പേപ്പറിൽ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ ന്യൂസ് പേപ്പറെ നമ്മുടെ ആവശ്യത്തിനുള്ള നീളവും വണ്ണവും ഇറക്കവും എല്ലാം എടുത്തിട്ട് ആ കട്ട് ചെയ്ത പീസ് എടുത്ത് ഇതിന്റെ മോൾപോട്ട് വെച്ചിട്ട് നമുക്ക് ആ രീതി കട്ട് ചെയ്തെടുക്കാം. കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ബാക്കി പീസിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഇറക്കം കൂടുതൽ ഇട്ടും കൊണ്ട് വണ്ണവും നമ്മൾ വണ്ണവും കൂടുതൽ ഇട്ടും കൊണ്ട് കട്ടിങ്ങും എല്ലാം വരച്ച് താഴത്തെ പടിയുണ്ടല്ലോ, കട്ടിങ് പടി, അതുമെല്ലാം വരച്ചെടുക്കാവേ. അപ്പോൾ തന്നെ ഞാനൊരു പേപ്പറെ വരച്ചിട്ടിട്ട് ഇതെടുത്ത് നമുക്ക് ആ ബാലൻസ് തുണിയിലോട്ട് വെച്ചും കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കൈക്കുഴി അതുപോലെ തന്നെ അടയാളപ്പെടുത്തി. കഴുത്തിറക്കം ഞാൻ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ഇഞ്ചേ കൂട്ടി എടുത്തിട്ടുള്ളൂ. 11 അതേ കിട്ടിയുള്ളൂ. അറ്റപ്പറ്റ നമ്മൾ എറമ്പ് ചേർത്ത് തയ്ക്കാൻ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇട്ട് നോക്കിയിട്ട് നമ്മൾ സ്വയം തയ്ക്കുന്നവരാണെങ്കിൽ ഇട്ട് നോക്കിയിട്ട് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി. ഞാൻ 1/2 ഇഞ്ചേ കൂട്ടി എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിരിക്കുന്ന കട്ടിങ് എന്നെ അടുത്തെന്നറിയാം. ഇവിടുന്ന് ഈ കഴുത്തിറക്കം ഉണ്ടല്ലോ, കഴുത്തിറക്കം ഞാൻ 7 ഇഞ്ച് എടുത്തു. അവിടുന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇറക്കവേ. പിന്നെ നമ്മൾ മോളിൽ നിന്ന് താഴോട്ട് 5 ഇഞ്ച് ഇറക്കം എടുത്തിട്ട് ഇവിടെ 4 ഇഞ്ച് വീതിക്ക് വന്നിട്ട് ഇവിടെ 3.5 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ വീതിയുണ്ട്, ഇതിന്റെ ഉണ്ടല്ലോ നീളായം എടുത്തിരിക്കുന്ന 4.5 ഇഞ്ചാണ്. 4.5 എടുത്തു. പിന്നെ ഈ സൈഡിലുണ്ടല്ലോ 4.5 1 ഇഞ്ച് കൂട്ടി 5.5 എടുത്തിട്ടാണ് ഇങ്ങനെ റൗണ്ട് വരച്ചെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കട്ടിങ്. കണ്ടോ, ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പം ഈ 4.5 ഇവിടെ എടുത്തെങ്കിൽ ഇവിടെ 4 എടുത്തത്. ഇതിനേക്കാളും 1 ഇഞ്ച് കൂട്ടി എടുക്കണം. ഇവിടെ 4.5 എടുത്തെങ്കിൽ അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടി 5.5, 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഇത് പിന്നെ 3.5 എടുത്തിരിക്കുന്നത്. ഇവിടെ എത്ര ആണെന്ന് നോക്കണം, 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 5 ഇഞ്ച് എടുത്തെങ്കിൽ നമ്മൾ ഈ തയ്ച്ച് വരുമ്പോൾ ഈ മൂല ഒരു ശകലം കളയും, പൊങ്ങിയിരിക്കുന്ന മൂല ഒരു ശകലം കളയും. എന്നാലേ ശരിയാ സെറ്റായിട്ടിരിക്കത്തുള്ളൂ, നല്ല വൃത്തിയായിട്ട്. ഈ മൂല ഒരു ശകലം കളയുമ്പോൾ മൂല കളയും. അതുകൊണ്ട് ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ ഒരു ശകലം മൂല കളയും. ഇതൊക്കെ ഞാൻ പഴയ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ ഈ പേപ്പറിലെ കട്ട് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ പേപ്പറിലെ 2 സാധനവും നമുക്ക് കിട്ടി. ഇത് കളയരുതേ, ഇത് കറക്റ്റ് അളവാണ്. ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ ഈ ബാലൻസ് വന്ന തുണിയിലോട്ട് വെക്കാം. കണ്ടോ, ബാലൻസ് വന്ന തുണിയല്ല തന്നെ ഇങ്ങനെ വെച്ചപ്പോൾ ഇത് ശരിയായി. നമ്മുടെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പല രീതി വെച്ച് നോക്കണം. എങ്ങനെ എവിടെ തികയെന്ന് വെച്ചാൽ അവിടെ വെച്ചും കൊണ്ട് നമ്മൾ കട്ട് ചെയ്തേക്കണം. അതുകൊണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ കിട്ടുന്നുണ്ട്, നല്ല പോലെ കിട്ടുന്നുണ്ട്. നമ്മൾ അളന്നെടുത്ത അതേ അളവ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഉണ്ടോ? ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാവേ. പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഇത് കട്ടിങ്ങിൻ്റെ അവിടെ പിടിപ്പിക്കുന്ന പടിയുണ്ടല്ലോ, കട്ടിങ് പോലുള്ള, അതിനാണ്. ഇത് ഇവിടെ തികയുമോയെന്ന് അറിയത്തില്ല, സാരമില്ല, നമ്മൾ ഏച്ച് വെച്ചാൽ മതി. ബാലൻസ് ഇവിടെ ഉണ്ടല്ലോ. ഇനി ബാക്കി പടികൾക്കും ഒക്കെ നമ്മൾ വേറെ തുണി കട്ട് ചെയ്തെടുക്കണം.
ഇനി ഇതേലുണ്ടല്ലോ നമുക്ക് ക്രോസ് കട്ടിങ് വെട്ടാൻ ചിലപ്പോൾ കാണും. പക്ഷെ എന്തോ വേണമെന്ന് അറിയാം, ഇത് 2 പീസ് വേണം, എന്നാലേ നമുക്ക് ഉള്ളൂ. പിന്നെ മാച്ചിങ് എങ്ങാനും ഉണ്ടെങ്കിൽ എടുത്തെടുക്കാം. ഇതിലിപ്പോൾ ഇവിടെ ഒരെണ്ണം കിട്ടും, ഇവിടെ എങ്ങും കിട്ടത്തില്ല, ഇവിടെ എങ്ങും തികയത്തില്ല. അല്ല പിന്നെ ഈ തുണി 2 ആക്കിക്കൊണ്ട് ഇത് 2 എണ്ണം കിട്ടും. ഇത് 2 പീസല്ലേ, അപ്പോൾ ഇത് 2 എണ്ണം കിട്ടും. ബാക്കി നമ്മൾ ക്രോസ് കട്ടിനുള്ള തുണി ഇതെടുക്കുക, ഇവിടെ ഇങ്ങനെ ക്രോസ് കട്ടായിട്ട് എടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ വേറെ നമ്മുടെ വെട്ടു തുണി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലാതെ തികഞ്ഞു പറ്റത്തില്ല. അതാണ് ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. ഞാൻ വീണ്ടും പറയുക, ഈ പീസ് പേപ്പറെ കട്ട് ചെയ്തതിന് ശേഷമേ നല്ല തുണിയിലിട്ട് വെട്ടാവുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇത് 2 പീസേ കിട്ടത്തുള്ളൂ. ഇത് 6 പീസ് വേണം നമുക്ക് ഈ കട്ടിങ്. ഇത് 4 പീസ് വേറെ തുണിയിലെടുക്കണം. പിന്നെ ഇനി ഇതും കട്ട് ചെയ്തേക്കട്ടെ. ഇതിന് മൂല ഒരു ശകലം കളഞ്ഞിട്ട് കളയണേ. കട്ട് ചെയ്ത് ഇത് 2 പീസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഉള്ള തുണി തേണ്ട ഇത്രയും തുണിയേ ഉള്ളൂ. ഈ 77 സെന്റിമീറ്റർ ഇത്രയും തുണിയേ ഉള്ളൂ. നമുക്കിത് ക്രോസ് കട്ടിങ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ക്രോസ് കട്ട് തന്നെ നമുക്ക് ചെറിയ കുറേ പീസുകൾ കട്ട് ചെയ്തിടണം. ഇവിടെ വരുമ്പോൾ ക്രോസ് ആകുന്നില്ല, അത് നിരപ്പാക്കി വിട്ടേക്കണം. അത് നിരപ്പാക്കി വിടുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെ ക്രോസ് ആയേ. അങ്ങനെ കുറേ പീസുകൾ എടുക്കണം. ചെറിയ പീസുകളാണ് നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ, ഇങ്ങനെ ഇതിനുള്ളതേ ഉള്ളൂ. കണ്ടോ, ഇതിനുള്ളതേ ഉള്ളൂ. തീരെ പൊടിയായിട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് വേണ്ട, ഇത് വെച്ചേരെ, ഈ ഒരു പീസ് വെച്ചേരെ. കാരണം ക്രോസ് കട്ടിങ് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് പുറകിലത്തെ കഴുത്തിന്റെ നീളത്തിൽ വരുന്നിടത്തെങ്ങാനും കട്ട് ചെയ്തിട്ട് ചെറിയ ഞൂറ് കിട്ടാണെങ്കിൽ നമുക്ക് പിടിപ്പിക്കാം. അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴെ പുറം കഴുത്തിന്റെ അവിടോട്ട് നമ്മൾ തയ്ച്ചു പോകത്തില്ലേ, തയ്ച്ചു പോകുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചെറിയ ഇങ്ങനെ ഞൂറ് വിട്ട് കൊടുത്താൽ മതി. ക്രോസ് കട്ടായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചിട്ട് ഷോൾഡറിൽ താഴോട്ട് വരുമ്പോൾ പുറം കഴുത്തല്ലേ. ബാക്കിയൊക്കെ നമുക്ക് ക്രോസ് കട്ട് കിട്ടിയിട്ടുണ്ട്. ക്രോസ് കട്ട് കിട്ടാൻ തുണി ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു മാർഗമാണ്. ഇങ്ങനെ ചെറിയ ഞൂറ് വിട്ട് പോവുക. ഈ വളവ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ ചെറിയ ഞൂറ് വിട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കഴുത്തിന്റെ വളവ് വരത്തില്ലേ, ആ വളവ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെറിയ ഞൂറ് വിടുക. പിന്നെയും വളവ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെറിയ ഞൂറ് വിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് തികഞ്ഞു പറ്റും. ഇത്രയേ ഉള്ളൂ. 77 സെന്റിമീറ്റർ വെട്ടിയെടുക്കുന്ന. ബാക്കി ഭാഗങ്ങൾ അകത്ത് വെക്കുന്നതും പുറകിന് വെക്കുന്ന പടിക്ക് വേറെ തുണി എടുക്കുക. പിന്നെ മുൻവശത്ത് 2 പടി വരുമല്ലോ, ഹുക്സിനും ഹോളിനും ഒക്കെ ഉള്ള അങ്ങനത്തെ പടികളെ ഇതിനൊക്കെ നമ്മൾ വേറെ തുണിയല്ല, മാച്ചിങ്ങുള്ള തുണികൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇത്രയും പീസൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മുൻവശത്തെ പടിക്കോ വല്ലോ തികയത്തില്ല, എന്നാലും കളയാതെ എടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.